ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാറിനെ പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കം ഊർജിതമാക്കി കോൺഗ്രസ്. കെ.സി. വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇന്ന് പ്രേംകുമാറിനെ കണ്ടേക്കും. പ്രേംകുമാറിനെ ചേർത്ത് നിർത്തുമെന്നും ഇടതുപക്ഷത്തിനകത്ത് നിന്ന് അഭിപ്രായം പറയാൻ പറ്റാത്ത സാഹചര്യമാണെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. അതേസമയം പ്രേംകുമാറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് CPM. രജീഷ് നരിക്കുനി വിശദാംശങ്ങളുമായി. രജീഷ്, പ്രേംകുമാർ ഇതുവരെ പൂർണ്ണമായും മനസ്സ് തുറന്നിട്ടില്ല. ഇന്നലെ കടകംപള്ളി പ്രേംകുമാറിനെ കാണാൻ വീട്ടിൽ പോയിരുന്നു, പക്ഷേ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അനുനയിപ്പിക്കാനുള്ള CPM-ന്റെ ശ്രമങ്ങൾ ഏതറ്റം വരെ എത്തിയിട്ടുണ്ട്? ഒപ്പം കൂടെ കൂട്ടാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾ ഏതറ്റം വരെ? പ്രേംകുമാറിനെ കൂടെ നിർത്തുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ കൂടെ കൂട്ടുക എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന് മുമ്പിലുള്ളത്. അതിനുള്ള ചർച്ചകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലും ഇതുമായി ബന്ധപ്പെട്ട പോസിറ്റീവായ റിപ്ലൈകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പ്രേംകുമാറിനെ ചേർത്ത് നിർത്തുമെന്നാണ് ഇന്ന് രാവിലെ കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രേംകുമാറുമായി ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. ഇത്തരം ഈ ചർച്ചകളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി CPM അതോടൊപ്പം തന്നെ CPM വിട്ടുപോകാതിരിക്കാനുള്ള ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നേതാക്കൾ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ പ്രേംകുമാറിനെ ഫോണിൽ ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബന്ധപ്പെടാൻ കഴിഞ്ഞ ജില്ലാ നേതാക്കളോടൊക്കെ തന്റെ അതൃപ്തി പരസ്യമാക്കി തന്നെ പ്രേംകുമാർ വ്യക്തമാക്കി ചെയ്തു. പാർട്ടിയിൽ നിന്നും ഈ ചെയർമാൻ സ്ഥാനത്തും പുറത്താക്കി 6 മാസം കഴിഞ്ഞിട്ടും ശേഷമാണ് നേതാക്കൾ അതായത് പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു എന്ന സൂചന നൽകുന്ന സമയത്ത് മാത്രമേ CPM നേതാക്കൾ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ളൂ. ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന പരിഭവം അവരോടൊക്കെ തന്നെ പ്രേംകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിലേക്ക് പ്രേംകുമാർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യം. കാരണം ഇടതുമുന്നണിയുമായി അഭിപ്രായ വ്യത്യാസമുള്ള ഇടതുമുന്നണിയിൽ നിന്ന് അഭിപ്രായം പറയാൻ കഴിയാത്ത സ്വാതന്ത്ര്യമില്ലാത്ത ഇടതുമുന്നണി നേതാക്കളെ അല്ലെങ്കിൽ ഇടതു ചായ്വുള്ള നേതാക്കളെ ആളുകളെയും ഒക്കെ തന്നെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ശക്തമായി നടത്തുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രേംകുമാറിനെയും ഇപ്പോൾ കോൺഗ്രസിലേക്ക് എത്തിച്ചത്. വൈകാതെ തന്നെ ഇപ്പോൾ ചേർത്തലയുമായുള്ള ഒരു ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സൂചനയും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കെ.സി. വേണുഗോപാലിനോട് തന്നെ നേരിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം കാത്തിരുന്ന് കാണാമെന്നാണ് കെ.സി. വേണുഗോപാൽ ഇതിന് മറുപടി നൽകിയിട്ടുള്ളത്. അതായത് ഇടതു ചായ്വുള്ള സാംസ്കാരിക നായകന്മാരെ ഇത്തരത്തിൽ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസിനകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം സ്ഥാനാർത്ഥി ചർച്ചയും അടക്കം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെയൊക്കെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കഴക്കൂട്ടത്തൂർ പക്ഷേ പ്രേംകുമാർ സ്ഥാനാർത്ഥിയായി വരുമോ ഇല്ലയോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ചർച്ചകൾ സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം അല്ലെങ്കിൽ CPM-ന്റെ അനുനയ ശ്രമങ്ങളോട് പ്രേംകുമാർ എങ്ങനെ പ്രതികരിക്കും എന്നതും ഒരു ചോദ്യമാണല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നീരസം കഴിഞ്ഞ ദിവസം തുറന്നു പറയുന്നു. അദ്ദേഹം പറയുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റുമ്പോഴൊന്നും അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞില്ല. ഒരു സ്വാഭാവികമായി അദ്ദേഹത്തിന് ലഭിക്കേണ്ട യാത്രയയപ്പ് അത് നൽകിയില്ല. ഒരു തരത്തിലും ഒരു മാന്യമായ സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തോടുണ്ടായില്ല. അങ്ങനെ പൂർണ്ണമായും അദ്ദേഹത്തെ അവഗണിക്കുകയോ അപമാനിക്കുകയോ ചെയ്ത ഒരു സംഭവം. പിന്നീട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക എന്ന് കണ്ടപ്പോൾ അനുനയിപ്പിക്കാൻ നേതാക്കൾ എത്തുമ്പോൾ എന്തായിരിക്കും പ്രേംകുമാറിന്റെ മറുപടി അല്ലെങ്കിൽ സമീപനം? ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി നേരിട്ട് കണ്ട് ഒരു അനുനയത്തിലുള്ള ശ്രമം നടത്തിയത്. പക്ഷേ പ്രേംകുമാർ വീട്ടിലുണ്ടായിരുന്നില്ല, അദ്ദേഹം പുറത്തായിരുന്നു. പക്ഷേ തന്നെ ബന്ധപ്പെട്ട ജില്ലാ നേതാക്കളോടൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒരു നീരസം അദ്ദേഹം അവരോട് പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരോടും ഈ നീരസമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു മുന്നറിയിപ്പുമില്ലാതെ തന്നെ ചെയർമാൻ സ്ഥാനം പുറത്താക്കി. അതിനുശേഷം 6 മാസമായി ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പാർട്ടിയുടെ ഭാഗത്തുനിന്നോ ആരും തന്നെ ഒരു ഫോൺ കോൾ പോലും ചെയ്ത് വിശേഷം അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും തയ്യാറായിട്ടില്ല എന്ന കാര്യം അദ്ദേഹം അവരോട് തുറന്നടിച്ചിട്ടുണ്ട്. അത്തരത്തിൽ 6 മാസത്തിന് ശേഷം താൻ പാർട്ടി വിട്ട് പോകാൻ തയ്യാറാവുന്ന സമയത്ത് മാത്രമാണ് ഇപ്പോൾ CPM നേതാക്കളുടെ ഭാഗത്ത് നടക്കുമ്പോൾ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിലുള്ള നീരസം അത് പ്രേംകുമാർ അവരോടും വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടുകൂടി അദ്ദേഹത്തിന്റെ നീരസം കൃത്യമായി തന്നെ CPM നേതാക്കളോട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഒരു പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കോൺഗ്രസിലേക്ക് വൈകാതെ തന്നെ പ്രേംകുമാർ എത്തുമെന്നത്.